വ്യക്തമാണ്. ഡോക്ടർ ഷെല്ലി ജോണി, ഒരുപാട് കടമ്പകളുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ 3 അതിഥികളും സൂചിപ്പിച്ചത് ഇതിന്റെ സാധ്യതകളും വെല്ലുവിളികളും തന്നെയാണ്. പശ്ചിമേഷ്യയെ ഇത് കൂടുതൽ അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതൊരു അസംബന്ധമായി മാറും, കൂടുതൽ അഗ്നിക്കിരയാകും എന്നുള്ളതാണ് ചില വിദഗ്ധരെങ്കിലും ആശങ്കയോടെ പറയുന്നത്. അതേസമയം നിയമപരമായുള്ള സാധ്യതകൾ ഇവിടെ പറയുകയുണ്ടായി. എത്രത്തോളം എളുപ്പമായിരിക്കും കാര്യങ്ങൾ, പക്ഷേ പല രാജ്യങ്ങളും ഇതിനോട് മുഖം തിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കില്ല. ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ട്രംപ് വളരെ ലാഘവത്തോടു കൂടിയിട്ട് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ ആളെങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ തന്നെ എനിക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള മട്ടിലാണ് ആള് പറയുന്നത്. പക്ഷെ ഇത് പശ്ചിമേഷ്യയിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അമേരിക്കയുടെ അകത്തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വൻ എതിർപ്പ് ട്രംപിന്റെ ഈ പദ്ധതിക്കായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം വർഷങ്ങളായിട്ട് പശ്ചിമേഷ്യയിൽ അവിടുത്തെ പ്രശ്നങ്ങളായി കൈകാര്യം ചെയ്യുന്ന അമേരിക്കൻ വിദഗ്ധര്, അമേരിക്കൻ നയതന്ത്ര വിദഗ്ധര്, ഡിപ്ലോമാറ്റ്സ്, അംബാസഡേഴ്സ് ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം, ഇത് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു ഡീലാണ് ട്രംപ് പറയുന്നത്. അത് മാത്രമല്ല, ട്രംപിന്റെ പ്രസ്താവനയിൽ തന്നെ ഒരു വ്യക്തത ഇല്ലായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് എന്താണ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്, ഇതെങ്ങനെ നടപ്പിലാക്കും, പാലസ്തീനിയൻസിന് പൂർണ്ണമായിട്ടും അവിടുന്ന് ഒഴിവാക്കുന്നുണ്ടോ? കാരണം വേറൊരു സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞത്, ഈ ഒരു റിസോർട്ടുകളൊക്കെ ആയിട്ട് ഡെവലപ്പ് ഗാസ സ്ട്രിപ്പിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പാലസ്തീനിയൻസിനെ പൂർണ്ണമായിട്ടും അവിടുന്ന് നീക്കില്ല എന്നൊക്കെയുള്ള മട്ടിലുള്ള ഒരു പ്രസ്താവനയും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടുവരുന്നത് എത്രത്തോളം ഇതിന്റെ കോംപ്ലക്സിറ്റീസ് ട്രംപിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമാണ്. ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഇത് നടപ്പിലാക്കാൻ നോക്കുകയാണെങ്കിൽ ചരിത്രപരമായിട്ടുള്ള, ഇവിടെ നേരത്തെ മറ്റുള്ള സ്പീക്കേഴ്സ് പറഞ്ഞിട്ടുള്ള പോലെ ചരിത്രപരമായിട്ടുള്ള മാറ്റമാണ്. കാരണം ഈജിപ്തും ജോർഡനും ഒക്കെ വർഷങ്ങളായിട്ട് ഇസ്രായേലായിട്ട് ഒരു സമാധാന കരാറ് ഒപ്പുവെച്ചതിന്റെ പേരിൽ അവര് ഇസ്രായേലായിട്ട് സമാധാനത്തിൽ കഴിഞ്ഞു പോകുന്ന രാജ്യങ്ങളാണ്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് ഈജിപ്തിനും ജോർഡനും അകത്ത് വൻതോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈജിപ്ത് ഇസ്രായേലായി ഒപ്പുവെച്ച കരാറിന്റെ, സമാധാന കരാറിന്റെ പേരിലാണ് അൻവർ അൽ സാദത്ത് എന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ വകവരുത്തിയത്. അപ്പോ അതുകൊണ്ട് ഇത് വളരെയധികം ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു വിഷയമാണ്. ഇത് നടപ്പിലാക്കാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് നമ്മൾ ഗാസ വാറിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ഇപ്പൊ ഗാസ വാർ എന്ന് പറയുന്നത് പാലസ്തീനിയൻ ഇഷ്യൂവിൽ ഇറാനും ഇറാന്റെ കൂടെ നിൽക്കുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ വലിയൊരു സഖ്യം, അവര് മാത്രമായിരുന്നു ഈ ഇസ്രായേലിനെതിരെ ഉള്ള അറ്റാക്സിലൊക്കെ പങ്കെടുത്തിരുന്നത്. പക്ഷെ ഇത് നടപ്പിലാക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് അപ്പുറത്തേക്ക് വേറെ കുറെ രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിനോട് എതിർപ്പുണ്ടാവാനും, ജോർഡൻ വളരെ കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കാൻ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിലത്തെ പാലസ്തീനിയൻസിനെ ഏറ്റവും അടുത്ത് അവർക്ക് നാട് കടത്താൻ അവർക്ക് സാധിക്കുന്നത് ജോർഡനിലേക്കാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോർഡനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാവും എന്ന് തന്നെ ജോർഡൻ വളരെ വ്യക്തമായി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. ഇത് ട്രംപ് സാധാരണഗതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അത് സീരിയസ് ആയിട്ട് അത് ഒരു താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ആള് വളരെ ലാഘവത്തോടു കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ ചെയ്ത് പരിഹരിക്കാം എന്നുള്ളൊരു മട്ടിലാണെങ്കിൽ ഒരുപക്ഷെ ഇത് ചിലപ്പോൾ ഈ സ്ഥിതി നമ്മൾ കടന്നുപോയി എന്ന് വരാം. പക്ഷെ ഇത് നടപ്പിലാക്കാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് പശ്ചിമേഷ്യയിലെ വലിയൊരു, നമ്മൾ നേരത്തെ കണ്ട യുദ്ധത്തെക്കാൾ വലിയൊരു യുദ്ധത്തിലേക്ക് ഇത് വഴിമാറാനായിട്ട് സാധിക്കും.